കാലത്തെയും കർമ്മത്തെയും വിഷയങ്ങളെയും വെച്ച് നാം കഴിഞ്ഞ കാപ്സ്യൂളിൽ കണ്ടു. ഇതിനെ അവലംബമാക്കി നമ്മിൽ നടക്കുന്ന പരിണാമമാണ് രോഗത്തിൻ്റെ ഹേതു. അസാൽമ്യമായ കാല അർത്ഥ കർമ്മ സംയോഗങ്ങൾ അത് രൂപാന്തരപ്പെടുന്നതിനെ വെച്ച് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിന് മുൻപ് ഈ ശരീരത്തിൽ തന്നെ ജീവിക്കുമ്പോഴും ഈ ശരീരത്തിന് വെളിയിൽ എൻ്റെ ബോധം എൻ്റെ പിതൃപിതാമഹ സംപ്രാപ്തമായി നീങ്ങുമ്പോഴും എല്ലാം എനിക്കൊരസ്തിത്വമുണ്ടെന്ന്, എൻ്റെ അസ്തിത്വം ഈ ചുരുങ്ങിയ കാലയളവിലെ അസ്തിത്വമല്ലെന്നും അനേക ജന്മസംസിദ്ധമാണെന്നും പ്രാചീന ആയുർവേദ ആചാര്യന്മാർ കരുതുന്നു. ഞാൻ ഇന്നലെ ഒരു യോനിയിൽ ജനിച്ച് അവിടെ നിന്ന് വളർന്നു വരുന്ന കോശങ്ങൾ മാത്രമല്ലെന്നും ആഹാരത്തിൻ്റെ അനന്തപരിണാമങ്ങളിലൂടെ ഞാൻ രൂപപ്പെട്ടു വരുമ്പോഴെല്ലാം അതിനാധാരമായ ഒരു ബോധം വളരെ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അവയെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ എൻ്റെ ആരോഗ്യനിലയെപ്പറ്റി പഠിക്കുവാൻ പറ്റുകയുള്ളൂ പ്രാചീനർ. പാരമ്പര്യസിദ്ധമായ എൻ്റെ പൂർവപൂർവ ജന്മങ്ങളുടെ ജനിതകങ്ങളുടെ അറിവിൻ്റെ കലവറകളിലേക്ക് കടന്നു ചെല്ലുവാൻ പര്യാപ്തമായ ഒരു വിദ്യാഭ്യാസം എനിക്ക് ലഭിക്കുകയും അതിനനുഗുണമായി എൻ്റെ ശരീരത്തിലെ കോശങ്ങൾ സ്വച്ഛന്തം ആഗ്രഹിക്കുന്നവ മാത്രം സ്വീകരിക്കുകയും അതിന് പ്രതിബദ്ധനായിരിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആരോഗ്യമുണ്ടാവുമെന്നും വിപരീതമായാൽ ആരോഗ്യമില്ലാതാകുമെന്നും പറയുവാൻ അവർക്ക് എളുപ്പമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ മൂലസ്രോതസ്സിൽ എൻ്റെ രാഗദ്വേഷങ്ങളാണെന്നുകൂടി എഴുതുമ്പോഴാണ് അവരുടെ പഠനത്തിൻ്റെ സൂക്ഷ്മത വെളിവാകുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. അനേക കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവൻ, അനേക ജനിതകങ്ങളുടെ അനേക ഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയെല്ലാം മർമ്മരം അയാളുടെ ബോധത്തിലുണ്ടെന്നും അതിനനുഗുണങ്ങളായ സംഭവങ്ങളും ക്രിയകളും സംജാതമാകുമ്പോഴെല്ലാം അയാളിൽ രാഗമോ ദ്വേഷമോ സംജാതമാകുന്നുണ്ടെന്നും ആ രാഗവും ദ്വേഷവും രോഗത്തിൻ്റെ മൂലസ്രോതസ്സാണെന്നും അറിഞ്ഞൊരാചാര്യൻ അത് പഠിച്ചവനെ നമിക്കുന്നതാണ് അഷ്ടാംഗഹൃദയത്തിൽ നാം കാണുന്നത് പോലും. രാഗാതിരോഗാൻ, രാഗം തുടങ്ങിയ രോഗങ്ങളെന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. അതും തെറ്റല്ല. എന്നാൽ രാഗം മൂലമായ ആദിയായ രാഗം കാരണമായ രോഗങ്ങൾ നമ്മുടെ സ്മരണയിൽ നിന്ന് രാഗവും ദ്വേഷവുമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഇടപാടുകളിലും ഉണ്ടാകുന്നത്. ആ ഇടപാടുകൾക്കെല്ലാം പിന്നിൽ നമ്മുടെ പൂർവാനുഭവം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നാം ഒരു വ്യക്തിയെയും ഒരു സംഭവത്തെയും ഒരു ചുറ്റുപാടിനെയും കാണുന്നത് ആദ്യമായല്ല, ഇതം പ്രഥമമായല്ല, പൂർവ പരിചയങ്ങളിൽ നിന്നാണ്. ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ, ഒരു വ്യക്തിയുടെ അംഗചലനങ്ങളെ വീക്ഷിക്കുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ, ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു സ്പർശനമുണ്ടാകുമ്പോഴെല്ലാം 1000 സ്പർശനത്തിൻ്റെ 1000 വാക്കുകളുടെ 1000 അനുഭവങ്ങളുടെ സ്മരണകൾ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് ഉണർന്നു വരികയും അതിനനുഗുണമായ രാഗമോ ദ്വേഷമോ ആദ്യത്തെ ഇടപാടിൽ തന്നെ സംജാതമാവുകയും ചെയ്യുന്നു. കറാച്ചിയിലെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു കളിക്കാരനെ നോക്കി ഇതുവരെ അവനെ കണ്ടിട്ടില്ലാത്ത ഒരുവൻ കേരളത്തിൻ്റെ ഒരു മുറിയിലിരുന്ന് TV-യിലൂടെ കണ്ടുകൊണ്ട് അവൻ അഹങ്കാരിയാണെന്നും അവൻ മര്യാദക്കാരനാണെന്നും അവൻ വിനയമുള്ളവനാണെന്നും ഒക്കെ അനുമാനിക്കുന്നത് അത്രയും
അവനുമായുള്ള അറിവ് കൊണ്ടല്ല, ആ രൂപത്തിൽ നിന്ന് നാം ഊഹിച്ചെടുക്കുന്ന ആയിരം പൂർവാനുഭവങ്ങളിൽ നിന്നാണ്. ഈ രാഗവും ദ്വേഷവുമെല്ലാം ജനത വിദ്യാഭ്യാസം കൊണ്ടില്ലാതാക്കുകയല്ല, വർദ്ധിപ്പിക്കുകയാണ്. ആധുനിക വിദ്യാസങ്കേതങ്ങളും ആധുനികങ്ങളായ മാധ്യമങ്ങളും ആധുനികങ്ങളായ ഇടപാടുകളും ആധുനികങ്ങളായ വ്യക്തിബന്ധങ്ങളുമെല്ലാം മനുഷ്യനിൽ കടത്തിവിട്ടിരിക്കുന്ന പൂർവാനുഭവങ്ങളുടെ മാസ്മരികമെന്നവൻ വിചാരിക്കുന്ന, അറിവെന്നവൻ തെറ്റിദ്ധരിക്കുന്ന, അവൻ്റെ വളർച്ചയ്ക്കുതകുന്നതെന്നവൻ വിചാരിക്കുന്ന ആയിരം അനുമാനങ്ങളുടെ അന്തസ്ഥ തലങ്ങളിൽ നിന്നാണ് അവനിൽ രാഗവും ദ്വേഷവും സംജാതമാകുന്നതെങ്കിൽ, ആ രാഗദ്വേഷങ്ങൾക്കെല്ലാം ഇരിപ്പിടമായ പൂർവാനുഭവങ്ങളിൽ നിന്നാണ് അവൻ രോഗാതുരമായൊരു ജീവിതത്തിലേക്ക് വഴുതി വീഴുന്നതെങ്കിൽ, രാഗമാണ്, ദ്വേഷമാണ് അവൻ്റെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന തന്തു. ഈ പ്രിയാപ്രിയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് അവനിൽ തന്നെ സംജാതമായതാണെന്ന് അറിയുകയും അതിന് മറ്റൊരാൾക്ക് പങ്കില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു വിദ്യാഭ്യാസം ലഭിച്ചാൽ, രാഗദ്വേഷങ്ങളെ സമീചീനമായി ഇല്ലാതാക്കുവാൻ പ്രായോഗികമായി അവന് കഴിഞ്ഞാൽ അവന് രോഗത്തിൽ നിന്ന് മോചനം നേടാം. അപ്പോൾ രോഗമോചനത്തിന് അവൻ്റെ അറിവിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും. സംഭവിച്ചു പോയ രാഗദ്വേഷങ്ങളിൽ നിന്ന് അവൻ്റെ കോശങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവൻ്റെ കോശാന്തര സ്ഥിതിയിലെ അവബോധത്തിനുണ്ടാകുന്ന മാറ്റം, അവൻ ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും കേൾക്കുന്ന ആയിരം കാര്യങ്ങളിൽ നിന്ന് അനുമിച്ച് അവനുണ്ടാക്കിയ സ്വപ്ന ലോകങ്ങളിൽ രാഗവും ദേശവും കൊരുത്ത് എന്തെന്ത് പ്രക്രിയകളാണ് ഉണ്ടാകുന്നത്. അസാത്മ്യ പ്രക്രിയകളുടെ ദോഷവ്യവസ്ഥിതിയെ ആകെ താറുമാറാക്കുന്ന, അവനിലെ വാദവും പിത്തവും കഫവും എല്ലാം അസാത്മ്യമാക്കുന്ന ആ അവസ്ഥയെ നന്നായി പഠിപ്പിച്ചിരുന്നു പ്രാചീനൻ. ആധുനികമായ ചുറ്റുപാടിൽ രോഗത്തിൻ്റെ ഹേതു മൈക്രോബുകളാണെന്ന്, രോഗത്തിൻ്റെ ഹേതു ബാക്ടീരിയകളാണെന്ന്, രോഗത്തിൻ്റെ ഹേതു വൈറസുകളാണെന്ന്, രോഗത്തിൻ്റെ ഹേതു പ്രോട്ടോസോവകളാണെന്ന്, രോഗത്തിൻ്റെ ഹേതു ഫംഗസുകളാണെന്ന് ഒക്കെ നാം അനുമാനിക്കുമ്പോൾ, അവയുടെ നടുക്ക് ജീവിക്കുന്ന ഒരുവന് അവയൊന്നും ബാധിക്കാതിരിക്കുകയും മറ്റൊരുവന് ബാധിക്കുകയും ചെയ്യുമ്പോൾ നാം എളുപ്പത്തിൽ അവന് അതിന് റെസിസ്റ്റൻസ് ഉണ്ടെന്നും മറ്റവനില്ലെന്നും പ്രതിരോധ ശക്തിയുടെ കുറവാണെന്നും ഒക്കെ പറയുമ്പോൾ, വസ്തുനിഷ്ഠമായൊരു അപഗ്രഥനത്തിന് തയ്യാറായാൽ എവിടെ നിന്നാണ് ഈ പ്രതിരോധ ശക്തി? ഏത് ഭാവങ്ങളിൽ നിന്നാണ്? അവൻ്റെ മനസ്സിൻ്റെ തലങ്ങളിൽ നിന്നാണോ, അറിവിൻ്റെ തലങ്ങളിൽ നിന്നാണോ, ശരീരത്തിൻ്റെ തലങ്ങളിൽ നിന്നാണോ, അതല്ല സമഗ്രമായി മൂന്നും ചേർന്നാണോ എന്ന് പഠിക്കുവാൻ. ഒപ്പം ആ പ്രതിരോധ ശക്തിയെയെല്ലാം ഉളവാക്കുന്നത് അവനിൽ നേരത്തെ കടന്നുകൂടിയിട്ടുള്ള ബോധാബോധ പ്രക്രിയകളുടെയെല്ലാം ഭാവഹാവാദികളാണോ എന്നറിയുവാൻ ഒക്കെ സൂക്ഷ്മമായൊരു വിദ്യാഭ്യാസം ഇന്ന് ആവശ്യമാണ്. ഇതിൻ്റെ കുറവിൽ നിന്നാണ് ഇന്ന് രോഗാതുരമായൊരു സമൂഹം വളർന്നു വരുന്നതും. അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായൊരു പഠനം ഈ കാര്യത്തിൽ നടത്തുമ്പോഴാണ് നാം അറിയുന്നത്, നാം ഇതുവരെ ജീവിച്ച ആ ജീവിതത്തിൻ്റെ ബാക്കി പത്രങ്ങളിൽ നിന്നാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായ അപകടങ്ങൾക്കെല്ലാം കാരണമായ അറിവ് സംജാതമാകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നത്, കാണുന്നത്, അനുഭവിക്കുന്നത് എല്ലാം സാൽമ്യമാക്കി വെച്ച് ദോഷസമുച്ചയങ്ങളെ സമീചീനമാക്കിയാൽ രോഗമില്ലാത്ത ഒരു വ്യക്തിയും സമൂഹവുമായി നമുക്ക് ജീവിക്കാം.